നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് പെറൈറ്റൽ സെൽസ് എങ്ങനെയാണ് HCl പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കെമിക്കൽ ഡൈജഷൻ ഇൻ സ്റ്റൊമക്കാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ HCl പ്രൊഡക്ഷൻ. നമ്മളിവിടെ HCl ഉണ്ടാകുന്നു പറഞ്ഞു. ആ HClൻ്റെ പ്രൊഡക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അസിറ്റൈൽ കോളിൻ ഫ്രം പാരാസിമ്പത്തറ്റിക് ന്യൂറോൺ, gastrin from G cells and histamine released by mast cells ആണ്. MAST ആണ്, ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ്, ബൈ മാസ്റ്റ് സെൽസ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ആക്ച്വലി HCl പ്രൊഡക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ടുഗെദർലി മൂന്നും ഒരുമിച്ചാണ് HClൻ്റെ പ്രൊഡക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. ഓരോരുത്തരായിട്ടല്ല, അധികവും ഒരുമിച്ച് അല്ലെങ്കിൽ രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണങ്ങൾ ഒരുമിച്ചാണ് വരാറ്. HCl ആൻഡ് gastrin stimulate parietal cells to produce more amount of HCl. അപ്പോൾ ഇവർ പാരൈറ്റൽ സെൽസിൻ്റെ മുകളിൽ പോയിട്ട് സ്റ്റിമുലേറ്റിംഗ് ആക്ഷനാണ് ഉണ്ടാക്കുക. ദെൻ ഹിസ്റ്റമിൻ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ HClൻ്റെയും ഗാസ്ട്രിൻ്റെയും മുകളിൽ എൻഹാൻസിങ് ആക്ഷനാണ് ഉണ്ടാകുന്നത്. സോ ഹിസ്റ്റമിൻ ഉണ്ടെങ്കിൽ അസിറ്റൈൽ കോളിനും ഗാസ്ട്രിനും ആക്ഷൻ ഉണ്ടാവും. ഈ അസിറ്റൈൽ കോളിനും ഗാസ്ട്രിനുമാണ് പാരൈറ്റൽ സെൽസിൻ്റെ മുകളിൽ പോയിട്ട് HClൻ്റെ പ്രൊഡക്ഷനെ എൻഹാൻസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ സ്റ്റൊമക്കിനകത്ത് ആസിഡിക് മീഡിയം അല്ലേ. അപ്പോൾ ഈ സ്ട്രോങ് ആസിഡിക് മീഡിയം മെനി മൈക്രോബ്സ് ഇൻ ദ ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഏതെങ്കിലും മൈക്രോബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കില്ല് ചെയ്ത് കളയാൻ ഈ ആസിഡിറ്റി ഉണ്ടാകുന്ന സമയത്ത് തന്നെ, ആസിഡിക് മീഡിയത്തിനകത്ത് തന്നെ ഈ ബാക്ടീരിയക്കൊന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ നോർമലി കില്ലായി പോകും. ദെൻ പിന്നെ ഈ HClൻ്റെ വേറൊരു ആക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് പാർഷ്യലി ഡീനേച്ചർ പ്രോട്ടീൻ ഡീനേച്ചറേഷൻ ഉണ്ടാക്കുന്നുണ്ട്. പാർഷ്യലായിട്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ദെൻ സ്റ്റിമുലേറ്റ് പാൻക്രിയാറ്റിക് ജ്യൂസ് ആൻഡ് ഫ്ലോ ഓഫ് ബൈൽ. പാൻക്രിയാറ്റിക് ജ്യൂസ്, പാൻക്രിയാസിനകത്ത് നിന്ന് പാൻക്രിയാറ്റിക് ജ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്യാനും ഈ HCl സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എൻസൈമാറ്റിക് ഡൈജഷൻ. നമ്മുടെ പ്രോട്ടീൻ്റെ എൻസൈമാറ്റിക് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി ഇവിടെ നിന്നാണ്, സ്റ്റൊമക്കിനകത്തുനിന്ന്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് പെപ്സിൻ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോട്ടിയോലൈറ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ ബ്രേക്ക് ഡൗൺ ആണ്, പ്രോട്ടിയോലൈറ്റിക് എൻസൈം. സോ പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈമാണ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി ചീഫ് സെൽസ്, ദാറ്റ് ഈസ് പെപ്സിൻ. ദെൻ പെപ്സിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പെപ്സിൻ breaks protein into small peptide fragments. Then pepsin is more effective in acidic pH, that is pH hardly 2, and it is inactive at higher pH. ഈ പെപ്സിൻ്റെ ആക്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിന് ആക്ട് ചെയ്യണമെങ്കിൽ ഒത്തിരി ആസിഡിക് ആയിട്ടുള്ള മീഡിയം ആയിരിക്കണം. കാരണം നമ്മളുടെ സ്റ്റൊമക്കിനകത്ത് നല്ല ആസിഡിക് കണ്ടീഷൻ ആയതിനെ കൊണ്ട് പെപ്സിന് അവിടെ ആക്ട് ചെയ്യാൻ കൂടുതലായിട്ട് പറ്റും. പിന്നെ ഈ അസിഡിറ്റി കുറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ബേസിക് മീഡിയത്തിലോട്ടേക്ക് ആൽക്കലൈൻ മീഡിയത്തിലോട്ടേക്ക് മാറുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ലെവൽ അല്ലെങ്കിൽ ആക്ഷൻ കുറയാണ് ചെയ്യുക. ഈ പെപ്സിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രോട്ടീനെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, പെപ്സിൻ നമ്മളുടെ ബോഡിക്കകത്തുണ്ടെങ്കിലും അത് നമ്മുടെ ബോഡിയിൽ വേറെയും കുറേ പ്രോട്ടീൻ അവൈലബിൾ ആണ്. പക്ഷേ നോർമൽ സെൽസിൻ്റെ മുകളിലുള്ള പ്രോട്ടീൻ്റെ മുകളിലൊന്നും പോയിട്ട് ഇത് ആക്ട് ചെയ്യുന്നില്ല GI ട്രാക്റ്റിലുള്ള. അതിൻ്റെ റീസണാണ് പറയണത്. പെപ്സിൻ നോട്ട് ഡൈജസ്റ്റ് ഇൻ ടു നോർമൽ സെൽസ് ഡ്യൂ ടു പെപ്സിൻ സെക്രീറ്റഡ് ഇൻ ദി ഇനാക്റ്റീവ് ഫോം. എന്നുവെച്ചാൽ പെപ്സിൻ സെക്രീറ്റഡ് ആവുന്നത് പെപ്സിനോജൻ എന്ന് പറയുന്ന ഒരു കോമ്പണൻ്റ് ആയിട്ടാണ്. ജെൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അതിനകത്ത് നിന്ന് വേറൊരാൾ ഉണ്ടാവുകയാണ് ചെയ്യുക. സോ പെപ്സിനോജൻ ആയിട്ടാണ് പെപ്സിൻ സെക്രീറ്റ് ചെയ്യുന്നത്. പെപ്സിനോജൻ ഈസ് എൻ ഇനാക്റ്റീവ് ഫോം, അതിന് ആക്ഷൻ ഇല്ല. സോ ആ പെപ്സിനോജന് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ പെപ്സിനോജൻ നമുക്ക് ആക്റ്റീവ് ഫോമിലോട്ടേക്ക് മാറണമെങ്കിൽ, ദാറ്റ് ഈസ് ആക്റ്റീവ് പെപ്സിൻ ആവണമെങ്കിൽ ഈ ആസിഡുമായിട്ട് HClുമായിട്ട് കോണ്ടാക്റ്റിൽ വരണം, അല്ലെങ്കിൽ ആക്റ്റീവ് പെപ്സിൻ മോളിക്യൂളായിട്ട് കോണ്ടാക്റ്റ് വരണം. അപ്പോൾ കുറച്ച് HCl പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പെപ്സിനോജൻ്റെ മുകളിൽ പോയിട്ട് ഇവർ ആക്ട് ചെയ്തിട്ട് ആക്റ്റീവ് പെപ്സിനെ ഉണ്ടാക്കും. ആ ആക്റ്റീവ് പെപ്സിൻ വീണ്ടും ഇനാക്റ്റീവ് ആയിട്ടുള്ള പെപ്സിനോജൻ്റെ മുകളിൽ പോയിട്ട് എന്ത് ചെയ്യും, ആക്ഷൻ കൂട്ടിക്കൊണ്ടേയിരിക്കും. സോ അങ്ങനെയാണ് പെപ്സിനോജൻ പെട്ടെന്ന് പെപ്സിനായിട്ട് മാറുന്നത്. സോ HCl വേണം ഇതിൻ്റെ കൺവേർഷന്, അല്ലെങ്കിൽ ആക്റ്റീവ് പെപ്സിൻ വേണം. സോ നോർമലി അതുണ്ടാവില്ല. നമ്മൾ ഭക്ഷണമൊക്കെ കഴിയുന്ന സമയത്തെ അത് കൂടുതലായിട്ട് ഇതിൻ്റെ ആക്ഷൻ വരുന്നുള്ളൂ.
ദെൻ പിന്നെ നമ്മളുടെ സ്റ്റൊമക്കിൽ വേറെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം കൂടിയുണ്ട്, എപ്പിത്തീലിയൽ സെൽസ്. സ്റ്റൊമക് എപ്പിത്തീലിയൽ സെൽസ്, ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ 1 to 3 mm തിക്ക് ഓഫ് ആൽക്കലൈൻ മ്യൂക്കസ്. അവിടെ ഒരു മ്യൂക്കസ് ഉണ്ട്, അത് മ്യൂക്കസ് നെക്ക് സെൽസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മ്യൂക്കസ് നെക്ക് സെൽസ് ആൽക്കലൈൻ മ്യൂക്കസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 3 mm വരെ അതിൻ്റെ തിക്നെസ് ഉണ്ടാവും. 1 to 3 mm ആണ് അതിൻ്റെ തിക്നെസ് ഉണ്ടാവുക. അപ്പോൾ അത് ആൽക്കലൈൻ ആയതിനെ കൊണ്ട് ഈ ആസിഡിക് മീഡിയത്തിന് നോർമലി നമ്മുടെ വേറെ ടിഷ്യൂലോട്ടേക്കൊന്നും കോണ്ടാക്റ്റിൽ വരാൻ പറ്റില്ല, അത് അവിടെ നിന്ന് ന്യൂട്രലൈസ് ആയി പോകാനാണ് ചാൻസ്. ഓക്കെ, then next is about gastric lipase. Gastric lipase എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഷോർട്ട് ചെയിൻ ഗ്ലിസറൈഡ്സ് ആൻഡ് ഫാറ്റ് മോളിക്യൂൾസ് ഇൻറ്റു ഫാറ്റി ആസിഡ്സ് ആൻഡ് മോണോഗ്ലിസറൈഡ്സ്. ഈ ഫാറ്റി ആസിഡിനെയൊക്കെ അല്ലെങ്കിൽ ഫാറ്റിനെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്യാസ്ട്രിക് ലിപ്പേസ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് ഫാറ്റി ആസിഡ് ആക്കിയിട്ട് മാറ്റും, ഫാറ്റി ആസിഡ്സ് ആൻഡ് മോണോഗ്ലിസറൈഡ്സ്. ദെൻ ഗ്യാസ്ട്രിക് ലിപ്പേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ്. പാൻക്രിയാസ് ആണ് ഈ ഗ്യാസ്ട്രിക് ലിപ്പേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ മ്യൂക്കസ് സെൽസ് ഓഫ് സ്റ്റൊമക് അബ്സോർബ് വാട്ടർ, ആൽക്കഹോൾ, ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആൻഡ് സം ഓഫ് ദി ഡ്രഗ്സ് ലൈക്ക് ആസ്പിരിൻ. എല്ലാ ആൾക്കാരുടെയും ഒന്നും അബ്സോർപ്ഷൻ ഇവിടുന്ന് സ്റ്റൊമക്കിന് നടക്കുന്നില്ല. മ്യൂക്കസ് സെൽസ് ആണ് ആക്ച്വലി ഈ അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, ആൽക്കഹോൾ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, ഉണ്ടാവുന്ന ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സിനെ അബ്സോർബ് ചെയ്യും. പിന്നെ കുറച്ച് സർട്ടൻ എമൗണ്ട് ഓഫ് ഡ്രഗ്, ഏതെങ്കിലുമൊക്കെ ഡ്രഗിനെ മാത്രമേ അത് അബ്സോർബ് ചെയ്യുന്നുള്ളൂ. ആസ്പിരിനെ ഗ്യാസ്ട്രിക് മ്യൂക്കോസെൽ സെൽസ് അബ്സോർബ് ചെയ്യും. ദെൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു 2 to 4 hours ആഫ്റ്റർ ഈറ്റിംഗ് സ്റ്റൊമക്ക് എംപ്റ്റിയിട്ടിൻ്റെ ഡുവോഡിനം എന്ന് വെച്ചാൽ ഒരു 4 hours, വിത്തിൻ 4 hours ആകുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഫുള്ളായിട്ട് ഡൈജസ്റ്റ് ആയിട്ട് ഡുവോഡിനത്തിനകത്തോട്ടേക്ക് പാസ് ചെയ്ത് പോകും. ഡുവോഡിനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റുന്നത് ഫസ്റ്റ് പോർഷൻ ഓഫ് എ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ദെൻ ഗ്യാസ്ട്രിക് എംപ്റ്റിങ്, അത് വെച്ചാൽ ഗ്യാസ്ട്രിക് എംപ്റ്റിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൈം നമ്മുടെ സ്റ്റൊമക്ക് പോർഷനിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ടേക്ക് ഫുഡ് പാസ് ചെയ്യുന്ന സമയം, എത്ര സമയം കൊണ്ടാണ് ഫുൾ ഫുഡ് സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുന്നത്, ദാറ്റ് ഇസ് ഗ്യാസ്ട്രിക് എംപ്റ്റിങ്. അപ്പോൾ ഗ്യാസ്ട്രിക് എംപ്റ്റിങ് റേറ്റ്, കാർബോഹൈഡ്രേറ്റ്, നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഫുഡാണെങ്കിൽ സോ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെത് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ഉണ്ടാവും. പ്രോട്ടീൻ ആണെങ്കിൽ ഗ്യാസ്ട്രിക് എംപ്റ്റിങ് റേറ്റ് കുറവാണ്, ഫാറ്റ് ആണെങ്കിൽ അതിനേക്കാട്ടും ടൈം എടുക്കും. എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ചോറ് അങ്ങനത്തെ റൈസൊക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ടേക്ക് പാസ് ചെയ്യും. പ്രോട്ടീൻ ആണെങ്കിൽ ടൈം കൂടുതലെടുക്കും, ഫാറ്റ് ആണെങ്കിൽ അതിനേക്കാട്ടും കൂടുതൽ സമയം എടുക്കും ഈ ഗ്യാസ്ട്രിക് എംപ്റ്റിങ്ങിന്. ഓക്കെ, അപ്പോൾ സ്റ്റൊമക്കിനെ പറ്റി അത്രയേ പറയാനുള്ളൂ. അതിനകത്തുള്ള പ്രോട്ടീൻ ഡൈജഷൻ പറയണം, പിന്നെ അതിൻ്റെ സ്ട്രക്ചർ പറയണം, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസിനെ പറ്റി പറയണം, സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ പറയണം. അത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ നമുക്ക് അറിയാം, ഇറ്റ് ഈസ് ദി നെക്സ്റ്റ് പോർഷൻ ഓഫ് സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് കാണാൻ നെക്സ്റ്റ് പോർഷനാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റൊമക്ക് ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, പിന്നെ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ഫുഡിൻ്റെ മെജോറിറ്റി ഓഫ് ദ പോർഷൻ ഇസ് അബ്സോർബ്ഡ് ഫ്രം ദിസ് പോർഷൻ. സോ മോസ്റ്റ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ഹാപ്പൻസ് ഇൻ ദിസ് ഏരിയ. ദെൻ അതിന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല സൈസുള്ളൊരു സാധനമാണ്, ഒരു കുഴൽ പോലെ ഇരിക്കും, കുറേ ലെങ്ത് ഉണ്ട്. അതിന് വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ കൂടുതലായിരിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലാർജ് സർഫസ് ഏരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വിത്ത് ദ പ്രസൻസ് ഓഫ് മൈക്രോവില്ലൈ, വില്ലൈ ആൻഡ് മൈക്രോവില്ലൈ. ഇറ്റ് ഈസ് എ ഫിംഗർ ലൈക്ക് സബ്സ്റ്റൻസസ്. നമ്മളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിൽ കുറേ ഫിംഗർ ലൈക്ക് കുറേ എന്താ പറയുക, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ മൈക്രോവില്ലൈ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഞാനതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ദെൻ ഇറ്റ് ഈസ് ദി കണക്ഷൻ ഫ്രം സ്റ്റൊമക് ടു large intestine, നേരത്തെ പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് എ ഡയമീറ്റർ ഓഫ് 2.5 cm ആൻഡ് ലെങ്ത് ഓഫ് 3 meter ഇൻ എ ലിവിങ് പേഴ്സൺ ആൻഡ് 6.5 meter ഇൻ എ കെഡാവർ. ഇത് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു, ടോട്ടൽ GITൻ്റെ ലെങ്ത്ത് ഒരാൾ ഡെഡ് ആയാൽ അതിൻ്റെ ലെങ്ത്ത് കൂടുകയാണ് ചെയ്യുക, കാരണം പെരിസ്റ്റാൾട്ടിക് കോൺട്രാക്ഷൻ ഉണ്ടാവില്ല, അപ്പോൾ റിലാക്സേഷൻ മാത്രമേ ഉണ്ടാവൂ. സോ ഫുൾ മസിൽസും റിലാക്സ്ഡ് ആയിട്ട് സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെങ്ത്ത് എത്രയാ,
ഡബിളായിട്ട് മാറുകയാണ് ചെയ്യുക ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ. ദെൻ ഇറ്റ്സ് എനാറ്റമി. ഇതിനെ നമുക്ക് 3 റീജിയനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇസ് ദ ഡുവോഡിനം, ദെൻ സെക്കൻഡ് ഇസ് ജെജുനം, ലാസ്റ്റ് ഇസ് ദി ഇലിയം. ഓക്കെ, ഡുവോഡിനം എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ദ സ്റ്റാർട്ടിംഗ് പോർഷൻ. നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷനാണ് ഡുവോഡിനം. ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പോർഷനാണ്. ഇറ്റ് ഈസ് ഓൺലി അബൌട്ട് 25 centimeters. ദെൻ നെക്സ്റ്റ് ഇസ് ജെജുനം, ഹാർഡ്ലി 1 meter, ആൻഡ് ഇസ് ഇലിയം. ഇലിയമാണ് ഏറ്റവും വലിയ പോർഷനായിട്ട് വരുന്നത്, ദാറ്റ് ഇസ് 2 meter. ഓക്കെ, ദെൻ ഇലിയമാണ് ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ആ ജംഗ്ഷനിലൊരു സ്ഫിങ്ചർ ഉണ്ട്, ദാറ്റ് ഇസ് ഇലിയോ സീക്കൽ സ്ഫിങ്ചർ. അതാണ് ഫുഡിനെ സ്മോൾ ഇൻറ്റസ്റ്റൈനിന് ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ടേക്ക് പോകാനുള്ളൊരു ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇലിയോസിക്കൽ സ്ഫിങ്ചർ. ദെൻ നെക്സ്റ്റ് ഇസ് ദി ഹിസ്റ്റോളജി. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും 4 ലെയറാണുള്ളത്: മ്യൂക്കോസ, സബ് മ്യൂക്കോസ, മസ്കുലാരസ് ആൻഡ് സീറോസ. ഇതിൽ നമ്മൾ ഒരു പോർഷനിൽ മാത്രമേ അഡ്വൻറ്റീഷ്യ പറഞ്ഞിട്ടു, ഈസോഫേഗസിൽ ബാക്കിയെല്ലാം നോർമലാണ് വരുന്നത്: മ്യൂക്കോസ, സബ് മ്യൂക്കോസ, മസ്കുലാരസ് ആൻഡ് സീറോസ. ദെൻ മ്യൂക്കോസ എന്ന് പറയുകയാണെങ്കിൽ എപ്പിത്തീലിയൽ ലെയറാണ് അവിടെ ഉള്ളത്. ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് എപ്പിത്തീലിയം. ദെൻ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എപ്പിത്തീലിയം അവിടെ പ്രസൻ്റ് ആണ് മ്യൂക്കോസയിൽ. ആ സ്പെഷ്യൽ ടൈപ്പ് സെൽസ് ആണ് 3 ടൈപ്പ് സെൽസ് ഉണ്ട്. ദേ ആർ അബ്സോർപ്റ്റീവ് സെൽസ്, ഗോബ്ലെറ്റ് സെൽസ് ആൻഡ് പാനേറ്റ് സെൽസ്. അബ്സോർപ്റ്റീവ് സെൽസ് they digest and absorb nutrients in small intestine. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനെ ഡയറക്റ്റ്ലി അബ്സോർപ്ഷന് വേണ്ടിയിട്ടും ഡൈജഷന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അബ്സോർപ്റ്റീവ് സെൽസ്, പേര് തന്നെ ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഇസ് ദി ഗോബ്ലെറ്റ് സെൽസ്. ഓഫ് കോഴ്സ് ഇറ്റ് സെക്രേറ്റ് മ്യൂക്കസ്. ആൻഡ് ദ പാനേറ്റ് സെൽ ഇറ്റ് സെക്രേറ്റ് ലൈസോസൈം. ലൈസോസൈം എന്ന് പറയുകയാണെങ്കിൽ ദേ ആർ ദി ബാക്ടീരിയസിഡൽ എൻസൈം ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഹെൽപ്പിംഗ് ഫോർ ദി ഫാഗോസൈറ്റോസിസ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തെങ്കിലും ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൈക്രോബ്സ് ഉണ്ടെങ്കിൽ അതിനെ ഫാഗോസൈറ്റൈസ് ചെയ്തിട്ട് കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാനേറ്റ് സെൽസ് ലൈസോസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 3 സെൽസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ മ്യൂക്കോസയാണ്. മ്യൂക്കോസയിൽ എപ്പിത്തീലിയൽ ലെയറിൽ സ്പെഷ്യൽ എപ്പിത്തീലിയൽ ടൈപ്പാണ് ഇവർ 3 സെൽസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് Three types of enteroendocrine cells are found in small intestine. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. enteroendocrine cells ആണ്. enteroendocrine cells എന്ന് പറഞ്ഞാൽ S cells, CCK cells ആൻഡ് K cells. മെയിനായിട്ടുള്ള 3 ആൾക്കാർ: S cells that secrete the hormone secretin, CCK cells that is cholecystokinin. അതിൻ്റെ cholecystokinin ഷോർട്ട് ഫോമാണ് CCK. Then K cells that secrete glucose dependent insulinotropic peptide. ഈ പേരും നിങ്ങൾ കുറച്ച് മുന്നേ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സെക്രേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്തു, കോൾസിസ്റ്റോകൈനിനെ പ്രൊഡ്യൂസ് ചെയ്തു, അതുപോലെ GIP ദാറ്റ് ഇസ് ഗ്ലൂക്കോസ് ഡിപ്പെൻഡൻറ്റ് ഇൻസുലിനോട്രോപ്പിക് പെപ്റ്റൈഡ്. 3 ആൾക്കാരെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ്. ദെൻ മ്യൂക്കോസ കണ്ടെയ്ൻ ക്രിവൈസസ് വിത്ത് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ദെൻ ഈ സെൽസ് ലൈനിങ് ദി ക്രിവൈസസ് ഫോം intestinal glands or crypts of Lieberkühn. It secrete intestinal juice. അപ്പോൾ ഈ ലൈനിങ്ങിൻ്റെ മുകളിലുള്ള സെൽസാണ് ആക്ച്വലി നമ്മളുടെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിനെയാണ് നമ്മൾ പറയുന്നത് ക്രിപ്സ് ഓഫ് ലിബർക്കുൻ. KUH എന്നാണ് അത്. അതിൻ്റെ എഴുതുമ്പോൾ KUവിൻ്റെ മുകളിൽ 2 ഡോട്ട് നിങ്ങൾക്ക് കാണാവുന്ന. ദെൻ നെക്സ്റ്റ് മ്യൂക്കോസ കഴിഞ്ഞിട്ട് തൊട്ട് താഴെ വരുന്നത് സബ് മ്യൂക്കോസ. ഡുവോഡിനത്തിനകത്തുള്ള സബ് മ്യൂക്കോസയിലാണ് ഡുവോഡിനൽ ഗ്ലാൻഡ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഡുവോഡിനൽ ഗ്ലാൻഡ് ഓൾസോ നോൺ ആസ് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്. ഇറ്റ് സെക്രീറ്റ് ആൽക്കലൈൻ മ്യൂക്കസ്. ആൽക്കലൈൻ മ്യൂക്കസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ന്യൂട്രലൈസ് ഗ്യാസ്ട്രിക് ആസിഡ് ഇൻ കൈൻഡ്. നമ്മൾ കഴിക്കുന്നതല്ല, എവിടുന്ന സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ടേക്ക് പോകുന്ന ഫുഡില്ലേ, അതിനകത്ത് എന്താണെങ്കിലും ആസിഡ് ഉണ്ടാവും. ആ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് ആൽക്കലൈൻ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ വരുന്ന ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയും. ഓക്കെ, ബാക്കി നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് പറഞ്ഞുതരാം.